പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിള് പാപത്തിന് 10 കൽപ്പനകളെ എല്ലാം കൂടി കാച്ചിക്കുറുക്കിയിട്ട് ബൈബിൾ ഒറ്റ വാക്യം പറയത്തുള്ളൂ, ദുശാഠ്യം എന്ന് പറഞ്ഞ്. നമ്മുടെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന എല്ലാ പാപങ്ങളെയും കൂടി കുറുക്കി അതിൻ്റെ ജിസ്റ്റ് സത്ത എടുത്തിട്ട് ഒറ്റ വാക്യം പറയും. എന്താണ്? ദുശാഠ്യം. ഈ ദുശാഠ്യം എന്താണെന്നറിയുകയും ദുശാഠ്യത്തിന് മറുമരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാതെ നമുക്ക് ദൈവത്തെ കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന ദുശാഠ്യം? ദുശാഠ്യത്തെ എങ്ങനെ മറികടക്കാം? കൊറോണയെ എങ്ങനെ മറികടക്കാം? അതുപോലെ ദുശാഠ്യത്തെ എങ്ങനെയാണ് മറികടക്കേണ്ടത്? നമ്മുടെ കൂടെ നമ്മുടെ ബുദ്ധിയും കഴിവും എല്ലാം ഉണ്ടായാലും 50% ആകത്തുള്ളൂ. ബാക്കി എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള തടസ്സം എന്താണ്? ബൈബിൾ ഒറ്റ വാക്ക് പറയും. എന്താണ്? ദുശാഠ്യം. ദുശാഠ്യത്തിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ടേ. ഈ മറുതലിപ്പിനാണ് അതായത് ദൈവിക പദ്ധതികളോടും വചനങ്ങളോടുമുള്ള മറുതലിപ്പാണ് ദുശാഠ്യം എന്ന് പറയണത്. ദൈവിക പദ്ധതികളോടും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വേറെ ആയിരിക്കും. നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ടാണ് നമ്മൾ ചുമന്നുകൊണ്ട് പോണത്. ചിലപ്പോൾ കൂട്ടുകാരെ, അല്ലെങ്കിൽ നാട്ടുകാരെ, അല്ലെങ്കിൽ സഭ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മത്സര ബുദ്ധിയിൽ നമ്മൾ കണ്ടുപിടിച്ച ജീവിത ലക്ഷ്യങ്ങൾ, മറ്റുള്ളവരെക്കാൾ മേന്മയാകാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യങ്ങൾ നമ്മുടെ തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്ക് വി കൻ ഗോ. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് ദുശാഠ്യമുണ്ട്. എൻ്റെ എല്ലാ കാര്യമുണ്ട്. ദൈവിക പദ്ധതികളോടും ദൈവിക വചനങ്ങളോടും ദൈവിക പദ്ധതികളോടുമുള്ള മറുതലിപ്പിനാണ് ദുശാഠ്യം എന്ന് പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് ബുദ്ധിയും ശക്തിയും ആളും അർത്ഥവും സ്വാധീനവും സാഹചര്യവും എന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാവിധ കാലാവസ്ഥയും ഉണ്ടായാലും കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ വരാത്തിടത്തോളം ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് മോശസിനെ പോലെ പറയുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, മോശസിനെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മ ശക്തി കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം. ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം തിരുസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം. ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം തിരുസഭ പണിയാം. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നമ്മൾ പുറപ്പാട് 33:15 വരുമ്പോഴേ മോസസ് നയം വ്യക്തമാക്കും. യെസ്, വി ഹാവ് പവർ, വി ഹാവ് എക്സ്പീരിയൻസ്. ഞങ്ങൾക്കിതെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് കഴിവുണ്ട്. 6 ലക്ഷം പേരുണ്ട്. പിന്നെ പരമാവധി ഞങ്ങൾക്ക് നല്ല തൻ്റെയിടം, ജോഷുവയെ പോലുള്ള, കലേബിനെ പോലെയുള്ള
നല്ല യുദ്ധവീരന്മാരാണ്. ഞങ്ങളങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് മോസസ് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് മോസസിനുണ്ട്. പക്ഷെ മോസസ് പറയും 3:15 വി ആർ വെൽ ഓഫ്, വി ആർ ആംഡ്, എല്ലാം ഞങ്ങൾക്കുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഇതെല്ലാം ഉണ്ടെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ വി ആർ നോട്ട് ഗോയിങ്. അതാണ് സംഭവം. ഇവിടെയാണ് ഇത് ട്വിസ്റ്റിംഗ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റിയ ഒരു നിലപാടെന്ന്, ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഒരു സ്റ്റാൻഡാണ്, നിലപാടാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും ഞാൻ കാര്യമായിട്ട് കാണുന്നില്ല. ഞാൻ കാര്യമായിട്ട് കാണുന്നത് എന്താണ്? നിൻ്റെ സാന്നിധ്യമാണ്. അതാണ് 3:15 പറയണത്. എന്താ പറയണത്? ഇതെല്ലാം ഉണ്ടെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങ് പറഞ്ഞേക്കരുതേ. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പ്രവാസന ഉടമ്പടി എടുത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം കൂടെ വരുന്ന സംവിധാനം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അങ്ങയുടെ സാന്നിധ്യത്തെ എന്ന് പറയുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തി പാടുന്നു. യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സന്തോഷത്തോടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഈ നിലപാടാണ് നമുക്ക് ദൈവപ്രീതി നേടിത്തരണത്. അത് പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, ആളുണ്ട്, സ്വാധീനമുണ്ട്, അർത്ഥമുണ്ട്, എല്ലാം നമുക്കുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി മോസസ് പറയും 3:15 അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടരുതേ. അത് നിലപാടാണ്. എന്താണ്? നമുക്കുള്ളവയേക്കാളും വ്യക്തികളെക്കാളും ആളിനേക്കാളും പണത്തെക്കാളും അർത്ഥത്തെക്കാളും എന്തിനാ മോസസിന് പ്രാധാന്യം കൊടുക്കുന്നത്? മോസസ് അങ്ങയുടെ സാന്നിധ്യത്തിനാണ്. അതാ 3:15 പറയണത്. എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ, ഒന്ന് പറഞ്ഞ മക്കളെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുത്. എങ്ങോട്ടായാലും പറഞ്ഞയക്കരുതെന്നാണ്. എങ്ങോട്ടായാലും ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷെ ഇതെന്ന് പറയണത് ഭയങ്കര ഒരു തുറപ്പ് ചീട്ടാണ്. കാര്യം ദൈവം നമ്മുടെ കൂടെ വരണമെങ്കിൽ ആദ്യം ഒരു സംഭവം നടക്കണം. എന്താ സംഭവിക്കണത്? ദൈവത്തിന് പ്രീതി ഉണ്ടാകണം. എപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ പ്രീ റെക്വിസിറ്റ്, മുന്നാവശ്യം, ഒരു പ്രസൻസ് ഓഫ് ഗോഡിൻ്റെ പ്രീ റെക്വിസിറ്റ് എന്ന് പറയണത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ പ്രീതിയാണ്. ഈ പ്രീതി എന്ന് പറയണത് എങ്ങനെ? അതായത് ദൈവത്തിൻ്റെ കൃപ, പ്രീതി, കരുണ, അങ്ങനെ പല കാര്യം നമ്മൾ പറയും. അതായത് അതാണ് മോസസ് പറയണത്. ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുതേ. ഇത് വിശ്വാസത്തിൻ്റെ ഒരു നിലപാടാണ്. ഒരു നിലപാടാണ്. അപ്പോഴേ ഇതിനുള്ള മറുപടി, ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. അതിമനോഹരമായൊരു മറുപടിയുണ്ട്. എന്താണ്? നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. അതായത് ഞാൻ നിൻ്റെ കൂടെ വരും, നിന്നെ തനിച്ച് വിടത്തില്ല. കൈയിടിച്ച് കർത്താവോട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ.
അങ്ങയുടെ സാന്നിധ്യത്തെ നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ നയിക്കുന്നതിനെ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പൊ മോസസുമായ ദൈവം ഒരു അവസാനം ഒരു ധാരണയിലെത്തുകയാണ്. എന്താ മോസസിനോട് പറയണത്? നീ പറഞ്ഞ ഈ കാര്യവും, അതായത് എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരിക എന്നുള്ള കാര്യവും ഞാൻ സാധിച്ചു തരാം. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ നിന്നിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പുറപ്പാട് 33:17. പുറപ്പാട് 33:17 എന്താണ്? നീ ഇപ്പോൾ പറഞ്ഞ കാര്യവും. എന്ത് കാര്യമാണ്? സാന്നിധ്യം, പ്രസൻസ്. നിൻ്റെ കൂടെ വരിക എന്നുള്ള പ്രസൻസിൻ്റെ നിൻ്റെ ഒരു ആവശ്യം, പ്രാർത്ഥന, അത് ഞാൻ നിനക്ക് സാധിച്ചു തരാം. കാരണം എന്താണ്? ഞാൻ നിന്നിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു. അതാണ് പ്രശ്നം. ദൈവ തിരുസന്നിധിയിൽ പ്രീതി കണ്ടെത്തണം. ദൈവ തിരുസന്നിധിയിൽ ഇപ്പം ഈശോയൊക്കെ ന്യായസ്ഥാനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ താബോർ മലയിൽ രൂപാന്തരീകരണ സമയത്തൊക്കെ ഈ വാക്കാണ് പറയണത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. അതായത് താപർമലയിലല്ല, ജ്ഞാനസ്ഥാന വേളയിൽ കർത്താവിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കിതാണ്. എന്താണ്? ഇത് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പോൾ മരുഭൂമിയിൽ ഹി വാസ് നോട്ട് എലോൺ. എൻ്റെ മക്കൾ മനസ്സിലാക്കണം, കർത്താവ് മരുഭൂമിയിൽ എലോൺ അല്ലായിരുന്നു. ഇന്നലെ ഇവിടെ ധ്യാനിപ്പിച്ച ഒരു അച്ഛൻ പറഞ്ഞു കർത്താവ് എലോൺ ആയിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തിരുത്തേണ്ടി വരുന്നത്. ഹി വാസ് നോട്ട് എലോൺ. നമ്മൾ ഏത് കടുത്ത പ്രലോഭനങ്ങളിലൂടെ പോകുമ്പോൾ ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്. കുരിശിൽ പോലും കൈവിട്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെയും നമ്മൾ ഓർക്കണം, അത് ഒരു മാനുഷികമായ ഒരു ഫീലിംഗാണ്. ശാരീരിക വേദന കൂടുമ്പോൾ നിങ്ങൾക്കും തോന്നും, എനിക്കും തോന്നും ദൈവം നമ്മളെ കൈവിട്ടെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, ഏത് വേദനയുടെ സമയത്തും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. കൈ അടിച്ച് കർത്താവ് ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നിന്റെ കൂടെയുണ്ട്, പേടിച്ചുകൊണ്ട് ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ചേർത്ത് പാടാം. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മൾ കണ്ടു 3:14 എന്താണ് പറഞ്ഞത്? ആ 3:3 പുറപ്പാട് 33:3 എന്താ പറയണത്? ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താണ് കാരണം? നിങ്ങൾ ദുശാഠ്യമുള്ള ജനതയാണ്. അപ്പോഴും മോസസ് ഒരു നിലപാടെടുത്ത് 3:15 അങ്ങ് വന്നില്ലെങ്കിൽ, ഏതാളുണ്ടെങ്കിലും അർത്ഥം ഉണ്ടെങ്കിലും വി ആർ നോട്ട് ഗോയിങ്. കാരണം എന്താണ്? ഞങ്ങളുടെ ആളിനേക്കാളും അർത്ഥത്തെക്കാളും ഞങ്ങൾക്ക് നീയാണ് വലിയവൻ. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വലിയവനാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ചേർത്ത് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു.
യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴ് മോസസിനോട് ദൈവം പറയും, കോംപ്രമൈസ് ആകും. മോസസിൻ്റെ പ്രാർത്ഥനയിലും നിലപാടിലും സമീപനങ്ങളിലും എല്ലാം ദൈവം ഒത്തുതീർപ്പ് പറയും. എന്താ പറയണത്? ഞാൻ നിൻ്റെ കൂടെ വരാനുള്ള കാരണം എന്താണ്? കണ്ടീഷൻ എന്താണ്? കാരണം നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. എന്താണ് കൂടെ വരിക എന്നുള്ള കാര്യം? നിങ്ങൾ എന്തിനു ഉടമ്പടി എടുക്കുന്നു എന്നാണ് അച്ഛനെ പറഞ്ഞുകൊണ്ട് വരണത്, മനസ്സിലായില്ലേ? ഇവിടെ അങ്ങോട്ടാണ് നമ്മൾ പോണതേ. എന്താണ് ഉടമ്പടിയും ദൈവസാന്നിധ്യവും തമ്മിലുള്ള ബന്ധമെന്ന്? ഇപ്പോൾ മോസസിനോട് ദൈവം പറയണ അവസാനം അവിടെ എന്താണ്? നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. 3:17. കാരണം എന്താണ്? ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മോസസിൻ്റെ കൂടെ, ജനത്തിൻ്റെ കൂടെ ആകണം നിർബന്ധമില്ല, മോസസിൻ്റെ കൂടെ. അതായത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തം ബുദ്ധിയെക്കാളും അറിവിനേക്കാളും സ്വാധീനത്തെക്കാളും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? നമ്മളുടെ മർക്കട മുഷ്ടി തീർന്നു, ദുശാഠ്യം തീർന്നു. ദൈവം എന്തുകൊണ്ടാണ് മോസസിനോട് അവസാനം നിരപ്പാകാൻ കാരണം എന്താ? കാര്യം മോസസ് സ്വന്തം കഴിവ്, ജനങ്ങളുടെ ബാഹുല്യം, 6 ലക്ഷത്തോളം പുരുഷന്മാർ തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ ബാക്കി എന്തുമാത്രം ആൾക്കാർ അവരുണ്ട്. അവരെല്ലാവരും കൂടി ഒരു രാജ്യമാണ് അങ്ങോട്ട് പോണതേ, ചുമ്മാ ഒന്നുമല്ല. അപ്പോൾ ഒരു രാജ്യം അങ്ങോട്ട് പോവുകയാണ്. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പിടിച്ചു കെട്ടാൻ പറ്റാത്ത കാട്ടുകുതിര പോലെയാണ് ഇവൻ പോണത്. പക്ഷേ മോസസ് പറയും, ഏത് കാട്ടുകുതിരയായാലും ഞാൻ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കണ എന്തിനാ? അങ്ങയുടെ സാന്നിധ്യത്തിനാണ്. ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലേ? പിന്നെ എന്തിനാണ് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കൂ. ഒത്തിരി പേരങ്ങനെ ചോദിക്കണില്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതായത് ഇവിടെ ജയിക്കുന്നവരും ജോലി വാങ്ങിക്കുന്നവരും മക്കളുണ്ടാകുന്നവരും മക്കളില്ലാത്തവരും വിശ്വാസികൾക്ക് മാത്രമാണ്, അവിശ്വാസികൾക്ക് മാത്രമാണ് മക്കളില്ലാത്തത്. വിശ്വാസികൾക്കും മക്കളില്ല. കർത്താവ് ആ വിഷയത്തെക്കുറിച്ചൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദുഷ്ടൻ്റെ മേലും മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും വെയിലുതിപ്പിക്കൂ, ഇല്ലേ? അപ്പോഴേ ഭൗതികമായ അനുഗ്രഹം ലഭിക്കുന്നതിന് ഈശ്വരവിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകം പോലും അല്ല. നീ ഒരു ദുഷ്ടനായാൽ പോലും നിനക്ക് മഴ പെയ്യിപ്പിക്കാനുള്ളത് ദൈവം തരാനുള്ളത് ദൈവം തരും. നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കണമെന്നതിൻ്റെ എൻ്റെ അർത്ഥം. വൈ വി ആർ പ്രേയിങ് ഫോർ ദ പ്രസൻസ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറയാം, അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയാം. ജനതകൾ കണ്ടിടട്ടെ, ചേർന്ന് പാടാം. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വളരെ ശ്രദ്ധയോടെ ഇരിക്കണേ. അതായത് ഇപ്പോഴും മോസസിൻ്റെ കൂടെ ദൈവം കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? മോസസിൽ ദൈവം പ്രീതി കണ്ടെത്തിയെന്നർത്ഥം. പ്രീതനായെന്നല്ലേ? മോസസിൽ സംപ്രീതനായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? സാന്നിധ്യം ഉണ്ടാകും. എന്ന് പറഞ്ഞ് ദൈവം എന്നിൽ സംപ്രീതനായാൽ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകും.
ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായാൽ എന്ത് സംഭവിക്കാം? ഇപ്പം നമ്മുടേത് മരിയൻ ഉടമ്പടിയാണല്ലേ, അമ്മയുടെ മധ്യസ്ഥത്തിൽ ചെയ്യുന്ന, ദൈവത്തോട് ചെയ്യുന്ന ഒരു കരാറാണ് അമ്മയുടെ മധ്യസ്ഥത്തിൽ. ഈ മോസസിൽ നിന്ന് നമ്മൾ തിരിച്ച് അമ്മയിലേക്ക് വരുമ്പോൾ അമ്മ എങ്ങനെയാണ് അമ്മയായതെന്ന് പറയും. ഒരു മനുഷ്യന്, ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? ദൈവത്തെ ഗർഭം ധരിക്കുകയാണ്. എൻ്റെ അല്ലേ? ശരിയല്ലേ? സിമ്പിളല്ലേ? ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? വെറുതെ പുണ്യമല്ല, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് കീർത്തിക്കും. തലമുറകളെന്ന് പറയുമ്പോൾ ടൈമാണ്, സ്പേസും ടൈമും കൂടിയ ഒരു സാധനമാണ് തലമുറയെ വർക്ക് ചെയ്യണത്. തലമുറകൾ ജീവിക്കുകയാണ് ഇവിടെ, അതൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. തലമുറകൾ കടന്നു പോവുകയാണ്, അതൊരു സമയത്താണ് കടന്നു പോണത്. അപ്പോൾ ഈ ഭൂമിയിൽ തലമുറകളെന്ന് പറയുമ്പോൾ സ്പേസിലും ടൈമിലും, ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സ്പേസിലും എല്ലാ ടൈമിലും ഐ വിൽ ബി ദ കിങ്, ഞാനായിരിക്കും ദൈവപിതാവ് അഭിഷേകം ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവള്. കൈയടിച്ച് ജപമണിമാലകളിൽ ഉയരും നന്മതിരഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മതിരഞ്ഞവളമ്മ, പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നുരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അമ്മയിലേക്ക് വരുമ്പോൾ അമ്മയും മോസസിൻ്റെ അതേ ഫോർമുലയാണ് പറയണത്. എന്താണ് പറയണത്? വിശുദ്ധ ലൂക്കാസ് വിശുദ്ധ 1:48 വായിക്കുമ്പോൾ ആ വചനമുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. നമ്മൾ വിശുദ്ധ ലുക്ക 1:48 അവിടുന്ന് ഏറ്റു പറഞ്ഞ്, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. അപ്പോൾ ദൈവം തൃക്കൺ പാർത്തു, ദൈവം സംപ്രീതനായി. മോസസിൽ സംപ്രീതനായ പോലെ തന്നെ അമ്മ മാതാവിലും സംപ്രീതനായി. ഇവിടെ അമ്മ മാതാവിൽ ദൈവം സംപ്രീതനായതിന് ഉള്ള കാരണം എന്താണ്? മോസസിലെ സംപ്രീതനായ അതേ കാരണം തന്നെയാണ്. ദൈവം സംപ്രീതമാകാതിരിക്കാനുള്ള കാരണം എന്താണ്? ദുശാഠ്യമാണ്. ക്ലിയർ അല്ലേ? ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. കാരണം എന്താണ്? ഈ ജനത ദുശാഠ്യമുള്ളതാണ്. മോസസിന് ദുശാഠ്യം അഴിച്ചു വെച്ച് മോസസിന് പറഞ്ഞു, ഒരു ദുശാഠ്യമില്ല, ജനങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അങ്ങില്ലാതെ ഞാൻ പോകത്തില്ല. അപ്പോൾ അവൻ വിനയപ്പെട്ടു. എവിടെയാണ് ദൈവപൈതലെ അഹങ്കാരം, നമ്മളിൽ തന്നെയുള്ള ആശ്രയം, ദുശാഠ്യം, മർക്കട മുഷ്ടി അഴിച്ചു വെക്കണത്? അവിടെ ദൈവം
അതിനാണ് നമ്മൾ വിനയം എന്ന് പറയണത്. അമ്മ നന്നായിട്ട് പറയും, അവിടുന്ന് എൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. ഇപ്പോൾ 1:48-49 അവിടുന്ന് തൻ്റെ അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. ഇത് ഭയങ്കര സീരിയസ് ആണ്. ആധ്യാത്മിക ജീവിതത്തിൽ വി ആർ ഫോളോയിങ് മരിയ സ്പിരിച്വാലിറ്റി. ഉടമ്പടി എന്താ ഫോളോ ചെയ്യണത്? പക്കാ മരിയ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. എന്താണ്? അമ്മയാണ് യേശുവിനെ സ്വീകരിച്ചത്, അമ്മയാണ് യേശുവിനെ ലോകത്തിന് കൊടുത്തത്. വൈ വി ആർ ഫോളോയിങ് മരിയ സ്പിരിച്വാലിറ്റി? എന്താ എൻ്റെ കാരണം? വേറെ ആരെയും നമ്മൾ ഫോളോ ചെയ്യത്തില്ല. എന്താ കാരണം? അമ്മയാണ് യേശുവിനെ സ്വീകരിച്ചത്, അമ്മയാണ് യേശുവിനെ ലോകത്തിന് കൊടുത്തത്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയെ പോലെ യേശുവിനെ സ്വീകരിച്ച യേശുവിനെ കൊടുക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, സുവിശേഷമാകാൻ ഏകാനും അമ്മയെ പോലെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് ഒരുമിച്ച് പാടുക. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവ